പ്രസ്ഥാനത്തിന്റെ ചില ആശയങ്ങളൊക്കെ 80 കൊല്ലം മുമ്പ് നിഷേധിച്ചത് ഇപ്പൊ അംഗീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലുമല്ല സഹോദരങ്ങളെ. സിഹിറിന്റെ വിഷയം എടുത്തോളൂ, മന്ത്രത്തിന്റെ വിഷയം എടുത്തോളൂ, ഹദീസിന്റെ പ്രാമാണികത എടുത്തോളൂ, ഏതിലും ഞങ്ങൾക്ക് കൃത്യമായ പാരമ്പര്യമുണ്ട്. അത് 19 കൊല്ലം മുമ്പ് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ രൂപീകരണ കാലം മുതൽ തന്നെ അതിന്റെ സ്വാത്വികരായ നേതാക്കന്മാർ വ്യക്തമായി എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിളർപ്പ് ഇവിടെ അടുത്തേ നടന്നിട്ടുള്ളൂ. പക്ഷെ അതിന്റെ മുമ്പേ ആധികാരികമായി ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 1-2 കാര്യങ്ങൾ ഞാൻ ഈ വിഷയത്തിൽ ഉദ്ധരിക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. 1972 ഫെബ്രുവരി മാസത്തിൽ ഇറങ്ങിയിട്ടുള്ള അൽമനാർ. 1972 എന്ന് പറഞ്ഞ എപ്പോഴാ? 82, 92, 2002. പിന്നെ ഇതില് 38 കൊല്ലം മുമ്പ്. വാദ ഏതായാലും പാരമ്പര്യമായിട്ട് അംഗീകരിക്കൂലേ? പുതിയ വാദം എന്ന് പറയില്ലല്ലോ. കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികതയെ സംബന്ധിച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും അതിനെ നിഷേധിച്ചുകൊണ്ട് പുറത്തുപോയ ആളുകൾക്ക് കൊടുത്ത മറുപടിയും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ സഹോദരങ്ങളെ. യുക്തിക്ക് നിരക്കാത്തതിന്റെ പേരിൽ സിഹിർ അടക്കം സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസുകളെ തള്ളിയ വ്യക്തിയായിരുന്നു CN അഹമ്മദ് മൗലവി. നമുക്കൊക്കെ അറിയാം. ആ അഹമ്മദ് മൗലവിക്ക് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ കൊടുത്ത മറുപടിയാണ് വായിക്കുന്നത്. കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊങ്ങി വന്നവ യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ ഞൊടിഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടി അർഹിക്കുന്നില്ല. ഇക്കൂട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. അല്ലോ. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയെ കുറിച്ച് അന്നേ 1972 തന്നെ കൃത്യമായി എതിർത്ത ആളുകൾക്ക് മറുപടി കൊടുത്തതാണ് ഞാനിവിടെ 1971 ഒക്ടോബർ മാസത്തിൽ അൽമനാറിലും 72 അൽമനാറിലും ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചത്. ഇനിയും കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ എന്ന പേരിൽ അൽമനാറിൽ തന്നെ വളരെ വ്യക്തമായി ലേഖനം എഴുതിക്കൊണ്ട് അവിടെ നിന്ന് വിശദീകരിക്കുകയാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ സ്വീകാര്യതയുടെ പാവനത്വവും അംഗീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതനും മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. അല്ലോ. മുസ്ലിം ലോകത്ത് സ്വഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികത അംഗീകരിക്കാത്ത ഒരൊറ്റ പണ്ഡിതന്മാരും കടന്നുപോയിട്ടില്ല. ലോകത്തുണ്ടായിട്ടില്ല. 6 ലക്ഷം പരമ്പരകൾ മുഖേന ലഭിച്ച ആയിരക്കണക്കിന് നബിവചനങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത വാചകവചനങ്ങളാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഉള്ളത്. ആ സ്വഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് പറഞ്ഞ ചേകന്നൂരികൾക്ക്, അതേപോലെ മോയിസത്തിനെയും ഹദീസിന്റെ പ്രാമാണികതയെ നിഷേധിച്ച CN അന്നത്തെ കാലത്ത് തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള മറുപടി സഹോദരങ്ങളെ. എന്നാൽ അവരൊക്കെ വാരാട്ടിയായി പിൽക്കാലത്ത് ആധുനിക മതയുക്തിവാദിയായ സലാസുല്ലമിയും ആ മോയിസത്തിനെയും ആ കറാമത്തുകളെയും അതേപോലെയുള്ള ഹദീസുകളുടെ പ്രാമാണികതയും ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോൾ മുജാഹിദ് പ്രസ്ഥാനവും ശക്തമായ രൂപത്തിൽ നേരിട്ടിട്ടുണ്ട്. ഈ കാലത്തെ നേതാക്കന്മാർ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മുജാഹിദ് പ്രസ്ഥാനം പുതിയൊരു വാദം ഇവിടെ മുന്നോട്ട് വെച്ചു എന്ന് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്.